ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്കുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഉണക്ക നത്തോലി മാങ്ങയിട്ട് വെച്ച കറിയാണ് കേട്ടോ. നല്ല ചെനഞ്ഞ മാങ്ങയും ഉണക്ക നത്തോലിയും പെട്ട കോമ്പിനേഷനാണ്. സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കണമെന്നുള്ളത് എല്ലാ കൂട്ടുകാർക്കും അറിയണ്ടേ? അതിനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നത്തോലി മീനും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള മീൻ കറി വെക്കാനായിട്ട് ഇതാ നത്തോലി മീൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മീനിൻ്റെ തലയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെക്കണം. അതേപോലെ തന്നെ ഇതാ നമ്മൾ മാങ്ങ ഒരെണ്ണം പറിച്ച് വെച്ചിട്ടുണ്ട്. ചെനഞ്ഞ മാങ്ങയാണ്, അപ്പോൾ ഇത് നല്ല പുളിപ്പൊക്കെയുള്ള മാങ്ങയാണ്, വെള്ളക്കോമാങ്ങയാണ്. അപ്പോൾ ഇത് രണ്ട് ഐറ്റമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഉണക്ക നത്തോലി കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇതവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സവോള എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഇതാ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2-3 അല്ലി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്ക നത്തോലി മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മാങ്ങ ഇടുന്നത് കൊണ്ട് തന്നെ വാളംപുളി വളരെ കുറവ് അളവിന് മതിയാവും. അപ്പോൾ വാളംപുളി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ട് കടക്കാം. നമ്മളൊരു പാൻ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് വഴറ്റി കിട്ടാനായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉണക്കമീനൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പറായിരിക്കും, നല്ല ടേസ്റ്റാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റിയുമാണ്. ഇനി ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കരിഞ്ഞ മണം വരാതിരിക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കണേ. ഇനി നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴൊക്കെ മാങ്ങ സീസണാണല്ലോ, അപ്പം നമുക്ക് മാങ്ങ കൊണ്ടൊക്കെ ഈ ഒരു കറി, മാങ്ങയും മീനും നല്ലൊരു കോമ്പിനേഷനാണ്, അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു കറിയാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോവട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് വാളംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ ഇവിടെ ഉപ്പ് കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ക്വാണ്ടിറ്റി ചാറ് ആവശ്യമായിട്ട് വരുന്നോ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മാങ്ങയൊക്കെ ഒരു ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്. പെട്ടെന്ന് മാങ്ങയൊക്കെ വെന്ത് കിട്ടും. നമ്മളിവിടെ തൊലി കളയാതെ തന്നെയാണ് മാങ്ങ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നത്തോലി മീൻ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഈ ഒരു മാങ്ങയും മീനും കൂടിയുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, സ്പെഷ്യലാണ്. നമ്മുടെ നാട്ടിൻപുറത്തെ നാടൻ കറികളാണ് ഇതൊക്കെ. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചോറിനാൻ നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമായിട്ട് വരില്ല. അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പം ഇനി മീനിട്ടതല്ലേ, ഇനി കുറച്ചുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ. നെക്സ്റ്റ് ഞാനിവിടെ ഒരു മുടി ചിരവിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിനെ നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങയും ജീരകം കൂടി അരച്ചെടുത്തത് അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. അപ്പം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയും മീനും ഒക്കെ അവിടെ നന്നായിട്ട് വെന്ത് തയ്യാറായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കറിയാക്കി കഴിക്കാം. തേങ്ങ അരച്ചിട്ട് വെക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഇതാ ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ അരച്ചിട്ടിട്ടാണ് ഈ ഒരു കറി വെക്കാൻ പോണത്. അപ്പോൾ നമ്മൾ തേങ്ങയും ജീരകവും കൂടി മിക്സിയിൽ അരച്ച ആ ഒരു അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട്. അപ്പോൾ അതവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് തിളയ്ക്കട്ടെ. ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെക്കാം നമുക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയാണ്. ഇതൊന്നും കുറേ ദിവസത്തിന് നമുക്ക് കേട് വരില്ല. നമുക്ക് കുറേ ദിവസത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, ദൂരത്തൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ കുറേ ദിവസത്തിനായി. കറി വെക്കാൻ ടൈമില്ലാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതാ മാങ്ങയും അതുപോലെ തന്നെ നമ്മുടെ നത്തോലി മീനും ഇതാ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. അടിപൊളി ഡിഷാണ്. നമ്മളിത് ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗൈസ്. കണ്ടില്ലേ, മാങ്ങയും മീനും നാട്ടിൻ പുറത്തൊരു നാടൻ കറിയാണിത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കറി നമ്മുടെ ബൗളിലോട്ട് മാറ്റി കൊടുത്താലോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഉണക്ക നത്തോലി മാങ്ങ ഇട്ട് വെച്ച കറി ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കിടിലൻ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നമ്മൾ തേങ്ങയൊക്കെ അരച്ചിടാതെ വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്കിത് കേടുവരാതെയൊക്കെ ഇരിക്കും. ദൂരെയൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ, ഡെയിലി ഒന്നും കറി വയ്ക്കാൻ ടൈം ഇല്ലാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പറാണ്. നമ്മളിവിടെ തേങ്ങയൊക്കെ അരച്ചിട്ടാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ടേസ്റ്റി കറി നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.